ഓണനാളിലും നെല്ലിന്റെ പണം കിട്ടാതെ കർഷകർ. സപ്ലൈകോ ഏറ്റെടുത്ത നെല്ലിന്റെ പണമാണ് ഇനി ലഭിക്കാനുള്ളത്. പാലക്കാട് 16,000-ഓളം കർഷകർക്ക് ഇനിയും തുക ലഭിക്കാനുണ്ട്. തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ചോദിക്കുമ്പോൾ വായ്പ എടുത്തോളൂ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും വാഗ്ദാനങ്ങൾ ആവശ്യമില്ലെന്നും കൃഷിക്കാർ പറയുന്നു. അതേസമയം നെൽ കർഷകർക്ക് പണം നൽകിയെന്ന പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. മുൻകൂട്ടി ഓണം വരുമെന്ന് 2 മാസം മുമ്പ് അറിയാലോ. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് ഞങ്ങൾ സിവിൽ സപ്ലൈസുമായിട്ട് യോഗം ചേർന്നത്. അപ്പോൾ അവർ ചെയ്തു, നെൽ കർഷകർക്ക് പണം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് മുമ്പ് പണം കൊടുത്തിരിക്കും. ഓണത്തിന് മുമ്പ് പണം കൊടുത്തു. പണം ഓണത്തിന് മുമ്പ് എല്ലാം കൊടുക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആളുകൾക്ക് ഓണക്കാലത്ത് കൊടുക്കാവുന്ന പണം മാക്സിമം കൊടുത്തിരിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാക്കുകളുടെ നിജസ്ഥിതി അന്വേഷിച്ചാണ് പാലക്കാട്ടെ കർഷകരുടെ അടുത്തെത്തിയത്. അവരുടെ പ്രതികരണം: ഒന്ന്, ഈ നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ വലിയ പടാപ്പാടിലും ദുരിതത്തിലും വിവരിക്കാൻ കഴിയാത്ത ബാധ്യതയിലും പ്രയാസത്തിലുമാണ് നെൽകൃഷിക്കാർ. കാരണം സെക്കൻഡ് ക്രോപ്പ് എന്ന് പറയുന്നത് ലാഭകരമായി ഏറ്റവും കൂടുതൽ നെല്ല് വിളഞ്ഞ ഒരു കാലമായിരുന്നു. ആ നെല്ല് അധിക നെല്ല് എടുക്കാൻ പറ്റാത്തായി, അധിക നെല്ലിൻ്റെ PRS അടിക്കാൻ സമയം വൈകി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നെല്ല് സംഭരിച്ചിട്ട് ആ സംഭരിച്ച നെല്ല് 6 മാസം കഴിഞ്ഞിട്ടും വില കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരിതം ഒരു കൃഷിക്കാരനും ഉണ്ടാവില്ല, ഒരു വ്യക്തിക്കും ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല, നെൽകൃഷിക്കാർക്കല്ലാതെ. ഓണത്തിന് മുമ്പ് തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകരെല്ലാവരും. മഴക്കാലത്ത് ആരംഭിച്ച പുതിയ സീസണിലേക്കായി പാടമൊരുക്കാനും നെല്ല് വിതയ്ക്കാനും ഏറെ ബുദ്ധിമുട്ടി. കേരളം ഓണപ്പാച്ചിലാകുമ്പോൾ കർഷകർക്ക് പറയാനുള്ളത് ഇതാണ്: വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഓണമില്ല, ഞങ്ങൾക്ക് തിരുവോണമില്ല, ഞങ്ങൾക്ക് ഇന്ന് ഉത്രാട പാച്ചൽ നടത്താൻ, ഉത്രാടത്തിന് പായാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് തിരുവോണം നാളുണ്ടാവാൻ സാധ്യത കുറവാണ്. ഈ 19,000-ഓളം കൃഷിക്കാർക്ക് ഇനിയും നെല്ലിൻ്റെ വില കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് വാഗ്ദാനം ആവശ്യമില്ല. ഇനി 6 മാസം മുമ്പ് സംഭരിച്ച നെല്ലിന്റെ തുകയാണ് ഇനി ലഭിക്കാനുള്ളത്. സപ്ലൈകോയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 12,000 കർഷകർക്ക് നെൽവില നൽകാനുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്കാണ് തുക ഏറെ ലഭിക്കാനുള്ളതും. കൈരളി ന്യൂസ്, പാലക്കാട്.